അപ്പൊ ആ മെസ്സേജിന് ആ അർത്ഥത്തിൽ ഭരണകൂടങ്ങളോ അറബ് ജനതയോ ഇഷ്ടപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല, അതിന് പ്രതിരോധിക്കാനുള്ള ഇപ്പോഴത്തെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട്. കാരണം ഇസ്രായേലിനെ പോലെ ഒരു എടുത്തുചാട്ടമോ ഒരു മുൻപിൻ നോക്കാതെയുള്ള പ്രത്യാക്രമണമോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയിലാണ് ഈ രാജ്യങ്ങളൊക്കെ ഉള്ളത്. അത് നിലനിർത്തിക്കൊണ്ട് പക്ഷെ ഇതിനെങ്ങനെ ഈ ഒരു ഇപ്പോഴത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ഇന്നലത്തെ ആക്രമണം ഈ മൊത്തം കോസിന് അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ ടേണിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതിനെങ്ങനെ അഭിമുഖീകരിക്കണം എന്ന ഒരു ചർച്ചയാണ് ഇപ്പോ അറബ് രാജ്യങ്ങളിൽ നടക്കുന്നത്. അവിടുത്തെ സ്ട്രീറ്റിലായാലും ഭരണകൂട തലത്തിലായാലും ഒക്കെ നടക്കുന്നത്. സാധ്യതകളെ കൂടി ഇത് വിരലിച്ചുകൊണ്ടുണ്ടെന്നാണ്. ഞാനൊന്ന് വരാം. പി ജെ വിൻസെന്റ് വിദേശകാര്യ വിദഗ്ധനോടൊപ്പം ഉണ്ട്. പി ജെ വിൻസെന്റ്, ഇന്നലെ ഖത്തറിന് നേരെ നടത്തിയ ആക്രമണം അതിപ്പോ ഇന്ന് ഡേ 2 ആയിരിക്കുന്നു. അതിന്റെ ഒരു സൈനികമായ സാധ്യതകൾ ഇല്ല എന്ന് നമുക്കറിയാം. നയതന്ത്രപരമായ അതിന്റെ വികാസ സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു പരിധിക്കപ്പുറം ഇപ്പൊ അമേരിക്കയോട് സംസാരിക്കാനായാലും ഇസ്രായേലിനോട് സംസാരിക്കാനായാലും ഒരു ലിമിറ്റിനപ്പുറം എങ്ങനെ പോകാൻ കഴിയും ഈ ഖത്തറിന്, അല്ലെങ്കിൽ ഖത്തറിന് ഈ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്ന ഗൾഫ് റീജിയന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത്? ഇതില് നയതന്ത്ര തലത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അവിടെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഉണ്ട്, അതുപോലെ അറബ് ലീഗ് രാജ്യങ്ങളുണ്ട്. അറബ് ലീഗിനും ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിനും അമേരിക്കയുമായിട്ടും വെസ്റ്റേൺ ബ്ലോക്കുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ ശക്തമായ പ്രതിഷേധം ഈ രാജ്യങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. സൈനികമായി പക്ഷേ അത്തരം സാധ്യതകൾ കുറവാണ്. കാരണം ഗൾഫ് രാജ്യങ്ങൾ, വിശേഷ കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഈ 3 രാജ്യങ്ങളും പൂർണ്ണമായും അമേരിക്കയുടെ മിലിറ്ററി കവറേജിനകത്താണ്, അവരുടെ സൈനിക കുടയ്ക്കകത്താണ്. മാത്രമല്ല, ഈ രാജ്യങ്ങൾക്ക് സൈനിക സംരക്ഷണം നൽകുന്നതിന്റെ ചെലവ് ഇനത്തിൽ അത് 60% ഈ രാജ്യങ്ങൾ തന്നെയാണ് വഹിക്കുന്നത്. 5ാം കപ്പൽപ്പട ബഹ്റൈനിലാണ് ഉള്ളത് അമേരിക്കയുടെ. ആ മേഖലയിലെ അമേരിക്കയിലെ ഏറ്റവും വലിയ വ്യോമത്താവളം അത് അൽ ഉദൈദ് എയർ ബേസ് ഖത്തറിന്റെ ഏകദേശം മധ്യഭാഗത്താണ് ആ വലിയ സൈനിക താവളം, വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത്. അവിടെ അമേരിക്കയുടെ മാത്രമല്ല റോയൽ ബ്രിട്ടീഷ് എയർഫോഴ്സ്, മറ്റ് നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ വിമാനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സമ്പൂർണമായ സൈനിക കേന്ദ്രം കൂടിയാണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സൈനികമായ ഒരു റെസ്പോൺസ് ഇസ്രായേലിനെതിരെ ഖത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. അതേസമയം ട്രംപ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. അതൊക്കെ വളരെ പരിഹാസ്യമായ കാര്യമാണ്. കാരണം അമേരിക്കയുടെ സമ്പൂർണമായ ചാരശൃംഖലക്കകത്ത്, ചാരക്കണ്ണുകൾക്കകത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഗൾഫ്. അപ്പൊ ആ മേഖലയിൽ ഒരു ഇലയിറങ്ങിയാൽ പോലും അത് അറിയാൻ സാധിക്കും. മാത്രവുമല്ല, അമേരിക്ക അറിയാതെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു സുഹൃത്ത് രാജ്യത്തിന് നേരെ ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ അതിലംഘിച്ചുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടാവുകയില്ല. അതിനകത്ത് ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ സമയത്ത് പ്രതീകാത്മകമായിട്ടാണ് ഇറാൻ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളം ആക്രമിക്കുന്നത്. അത് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ അത് പ്രഖ്യാപിക്കുകയും പ്രതീകാത്മകമാണെന്ന് പറയുകയും ഞങ്ങൾക്ക് നേരെ അമേരിക്ക ഇട്ട ബോംബുകൾക്ക് ആനുപാതികമായ മിസൈലുകൾ ഞങ്ങൾ അങ്ങോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. അത് ഏറെക്കുറെ പ്രതീകാത്മകമായിരുന്നു ഇറാന്റെ ആക്രമണം. അപ്പം അത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിവർ ടു സീ എന്നുള്ളതായിരുന്നു അവരുടെ മിനിമം പ്രോഗ്രാം. എന്ന് വെച്ചാൽ ജോർദാൻ റിവറിൽ തുടങ്ങി മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളും അവരുടെ അധീനതയിലാക്കുക എന്നതാണ്. എന്നാൽ അവരുടെ വിശാലമായ പദ്ധതി എൻറ്റയർ ലാൻഡ് സോജോൺ ബൈ അബ്രഹാം എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇന്നത്തെ ഇറാഖിന്റെ ഭാഗങ്ങൾ, സിറിയയുടെ ഭാഗങ്ങൾ, ഈജിപ്തിന്റെ ഭാഗങ്ങളൊക്കെ ചേർന്നൊരു വിശാല ഇസ്രായേൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് സയനിസത്തിന്റെ മാക്സിമം പ്രോഗ്രാം. ഈ മാക്സിമം പ്രോഗ്രാമിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ കണ്ണും കൂട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസിഡന്റാണ് ട്രംപ് ഉള്ളത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ ഇസ്രായേൽ സയനിസ്റ്റുകളെ സമ്പൂർണമായി പിന്തുണച്ച ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. ഇസ്രായേലിനെ പിന്തുണച്ച് എല്ലാ പ്രസിഡന്റുമാരും, എല്ലാ ഗവൺമെന്റുകളും, അമേരിക്കൻ ഗവൺമെന്റുകളും ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ
സയനിസ്റ്റുകളുടെ രാഷ്ട്രീയ അജണ്ടയെ പ്രത്യേകമായി സവിശേഷമായി പിന്തുണയ്ക്കുകയും അതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ, സൈനികമായ ആയുധങ്ങൾ, അതുപോലെ സാങ്കേതിക ടെക്നോളജി, ചാര സംവിധാനം ഇതൊക്കെ സമ്പൂർണ്ണമായി നൽകുകയും ചെയ്ത ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല അദ്ദേഹം തന്നെ ഒരു ക്രിസ്ത്യൻ സയനിസ്റ്റ് ആണ് ട്രംപ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ രാഷ്ട്രീയത്തിലാകട്ടെ തീവ്ര സയനിസ്റ്റുകൾക്ക് നിർണായകമായ സ്വാധീനം. ബെഞ്ചമിൻ നെതന്യാഹുവിനേക്കാൾ വലിയ കാളസർപ്പങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, അവിടുത്തെ ധനമന്ത്രി സ്മോട്രിച്ച് തുടങ്ങിയ ആളുകളൊക്കെ അതിതീവ്ര സയനിസ്റ്റ് നിലപാടെടുക്കുന്നയാളാണ്. ഇദ്ദേഹം ഒരു റൈറ്റിസ്റ്റ് ആണ് നെതന്യാഹുവെങ്കിൽ എക്സ്ട്രീം റൈറ്റിസ്റ്റ് പൊസിഷൻ എടുക്കുന്ന തീവ്ര സയനിസ്റ്റ് നിലപാടെടുക്കുന്നവരാണ് ഈ കക്ഷികൾ. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ ഗവൺമെന്റ് നിൽക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ അവിടെ നിൽക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഒരുപക്ഷെ മാക്സിമം പ്രോഗ്രാമിലേക്ക് കടക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കുകയാണ്. ഈ ഗസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 5ാമത്തെ അറബ് രാജ്യമാണ് ആക്രമിക്കപ്പെടുന്നത്. ലെബനൻ ആക്രമിച്ചു, സിറിയ ആക്രമിച്ചു, അതുപോലെ ഇറാൻ ആക്രമിച്ചു, യമൻ ആക്രമിച്ചു. ഇപ്പോൾ ഇതാ ഖത്തറിലേക്ക് കൂടി ആക്രമണം എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തിരുത്തി എഴുതാനുള്ള ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിന്റെ പദ്ധതിയാണ്. ഇവിടെ ഇസ്രായേൽ ആക്രമണം എന്ന് ചുരുക്കി പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇത് ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിന്റെ ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമായിട്ടുള്ള കടന്നാക്രമണം തന്നെയാണ്. അത് ഇത് എത്രമാത്രം തിരിച്ചറിയാൻ അറബ് രാജ്യങ്ങൾക്കും അതുപോലെ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്കും കഴിയും എന്നുള്ളതാണ്. അതിന് സാധ്യതകൾ കുറവാണ്, അവർക്ക് പരിമിതികളുണ്ട്. എങ്കിൽ കൂടി ശക്തമായ പ്രതിഷേധം ഡിപ്ലോമസിയുടെ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരും എന്ന് തന്നെ കരുതണം. ഒരു പ്രത്യേകത കൂടി ഖത്തറിന്റെ ഭാഗത്തു നിന്നുള്ളത്, ഈ ഈജിപ്തും ഖത്തറുമാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതിൽ ഈജിപ്തിനെ അപേക്ഷിച്ച് ഖത്തറിന് വലിയ ലിവറേജ് ഉണ്ട്. അത് അവരുടെ വലിയ സാമ്പത്തിക ശക്തിയാണ്. രണ്ടാമത്തത് അവരുടെ ലോലശക്തി. ആ മേഖലയിൽ ഏറ്റവും അധികം സോഫ്റ്റ് പവറുള്ള രാജ്യമാണ്. ലോകത്തെവിടെ ചർച്ച നടന്നാലും അതിനെല്ലാം ആതിഥ്യം നൽകുന്ന, അതിന് നേതൃത്വം നൽകുന്ന, സമാധാന പ്രക്രിയയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അതിന്റെ സോഫ്റ്റ് പവർ വളരെ ശക്തമാണ്. മൂന്നാമത്തെ കാര്യം, അൽ ജസീറ ടിവിയുടെ സാന്നിധ്യമാണ്. വെസ്റ്റേൺ മീഡിയയ്ക്ക് മൊത്തത്തിൽ ഒരു ആൾട്ടർനേറ്റീവായി മാറാൻ അൽ ജസീറ ടിവി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിനെ പ്രതിസം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടി ഒരു വാർണിംഗ് ആണ് യഥാർത്ഥത്തിൽ ഈ അക്രമം ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങേയറ്റം അപലപനീയമായ ഒരു നടപടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത് GCC എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ അറബ് ലീഗ് എന്ന നിലയ്ക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു പരമാധികാര രാഷ്ട്രത്തെ ഏത് സാഹചര്യത്തിലും ആക്രമിക്കും എന്ന നിലപാട് അവസാനിപ്പിക്കാൻ ആഗോള സമൂഹം എന്ന നിലയ്ക്ക് ആഗോള സമൂഹം അതിൽ ഇടപെടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായുള്ളത്. താങ്ക് യു സെയിം PJ വിൻസെന്റ്, താങ്കൾ ഈ സമയത്ത് പ്രതികരിച്ചതിന്. ഞാൻ താജ് ആലുവിലേക്ക് ഒരിക്കലും താജ്